എടുക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാണ്. പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. അതായത് പൊതുമേഖല, സ്വകാര്യ മേഖല, ആഗോള മേഖലാ സ്ഥാപനങ്ങളെ കുറിച്ചാണ്, ആ ഒരു ബിസിനസ് സംഘടനകളെ കുറിച്ചാണ് എടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ, അതായത് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പബ്ലിക് സെക്ടറും ഉണ്ട്, പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. മീൻസ് പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളും ഉണ്ട്. അതിൽ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനീസ്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വകുപ്പ് തല സംരംഭങ്ങളുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് വെച്ചാൽ പൊതുമേഖലാ കോർപ്പറേഷനുകൾ വരുന്നുണ്ട്, സ്പെഷ്യൽ ആക്ട് പ്രകാരം പാസ്സായിട്ടുള്ള കോർപ്പറേഷനുകൾ. ഗവൺമെന്റ് കമ്പനീസ്, സർക്കാർ കമ്പനികളും വരുന്നുണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടർ, അതായത് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഏകാംഗ വ്യാപാരവും, പാർട്ണർഷിപ്പ്, പങ്കാളിത്ത ബിസിനസ്സും, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സും, അതായത് ഹിന്ദു കൂട്ടുകുടുംബ സംഘടനകളും, കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സ്ഥാപനങ്ങൾ, കമ്പനികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ബഹുരാഷ്ട്ര കമ്പനികളും വരുന്നുണ്ട്. അതിൽ കമ്പനികളിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും പബ്ലിക് കമ്പനി എന്നും പ്രൈവറ്റ് കമ്പനി എന്നും. അതായത് പൊതുമേഖല, പൊതുവായിട്ടുള്ള കമ്പനികളും സ്വകാര്യ കമ്പനികളും. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗവൺമെന്റ് കമ്പനീസ് ആയിരിക്കും. ഇനി പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? സ്വകാര്യ ആണ്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഇവിടെ ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും, അതായത് ഒരു സ്വകാര്യ മേഖല സെക്ടർ ആകുമ്പം, പ്രൈവറ്റ് സെക്ടർ ആകുമ്പം അവിടെ കൺട്രോൾ ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും? സ്വകാര്യ ബിസിനസ്മെൻ ആയിരിക്കും, അല്ലെ? പ്രൈവറ്റ് ബിസിനസ്മെൻ ആയിരിക്കും. അവരുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ, അതായത് പ്രൈവറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ വരും? അവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വരും, അതായത് ഏകാംഗ വ്യാപാരം വരും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് വരും, അതായത് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് വരും. പാർട്ണർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് പങ്കാളിത്ത ബിസിനസ് വരും. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളായിട്ട് നമുക്ക്. ഇനി എന്തൊക്കെയാണ് പബ്ലിക് സെക്ടർ? അവിടെ ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഗവൺമെന്റ് ആണ്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഇവർ രണ്ടാളും കൂടി ഓൺ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൽവേസ്, അല്ലെ? ഇന്ത്യൻ റെയിൽവേ, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഒക്കെ എന്തിൽ വരുന്നതാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുന്നതാണ്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റ്, മെയിൻ ആയിട്ടുള്ള ഒരു ഇത് പറയുന്ന പ്രത്യേകത പറയുന്നത് എന്താണ്? അവിടെ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ അവര് രണ്ടാളും കൂടിയോ ആയിരിക്കും. പിന്നെ വരുന്നത് ഈ പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതായത് കമ്പനികൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ ഡിഫറെന്റ് ഫോംസ് എന്തൊക്കെയാണ്? വ്യത്യസ്തമായിട്ടുള്ള ഫോംസുകളുണ്ട്. അതായത് 3 തരമാണ് അതിൽ വരുന്നത്. ഏതൊക്കെ വരും? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് വരും, പബ്ലിക് കോർപ്പറേഷൻ വരും, ഗവൺമെന്റ് കമ്പനീസ് വരും. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3ആയിട്ട് വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, അതായത് എന്താ വരിക? വകുപ്പ് തല സംരംഭങ്ങൾ വരും. പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊതുമേഖല കോർപ്പറേഷൻസ് വരും. ഗവൺമെന്റ് കമ്പനീസ്, അതായത് സർക്കാർ കമ്പനികൾ. ഈ 3 രീതിയിലാണ് എവിടെ വരുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ. വകുപ്പ് തല സംരംഭങ്ങൾ, അതായത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് എന്ന് പറയും, വകുപ്പ് തല സംരംഭങ്ങൾ. അതിലെന്തൊക്കെയാണ് വരുന്നത്? ഗവൺമെന്റ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഇത് ഫിനാൻസ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഗവൺമെന്റ് ആണ്. മാനേജ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ്? മിനിസ്റ്ററിന്റെ കൺട്രോളിലാണ് ഇത്. പിന്നെ എന്തൊക്കെയാണ് ഇങ്ങനെ വകുപ്പ് തല സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് വരിക? ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ റെയിൽവേ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? വകുപ്പ് തല വരുന്നതാണ്. ഈ സംരംഭങ്ങളുടെ ഫീച്ചേഴ്സ്, അതായത് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ ഫണ്ട് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ പ്രത്യേക ബഡ്ജറ്റ് അലോക്കേഷനിലൂടെയാണ് അവർക്ക് ഫണ്ടൊക്കെ.
പിന്നെ ഇതിന്റെ ഓഡിറ്റിങ്ങും കൺട്രോളൊക്കെ എവിടെയാ? ഗവൺമെന്റ് ആയിരിക്കും. ഗവൺമെന്റ് വരുന്നത്. എംപ്ലോയീസ് ആണ് ഗവൺമെന്റ് സെർവ് ചെയ്യുന്നത്. ഇതിന്റെ കൺട്രോളൊക്കെ വെസ്റ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? മിനിസ്ട്രിയിലാണ് ഇതിന്റെ കൺട്രോളൊക്കെ മാനേജ് ചെയ്യുന്നതും കൺട്രോളൊക്കെ. പിന്നെ ഇതിന്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റിനോട് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉള്ളതായിരിക്കണം ഈ വകുപ്പ് തല ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ അല്ലെ, അണ്ടർടേക്കിങ്സ് ഒക്കെ ഗവൺമെന്റിനോട് കൂടുതലായിട്ട്, മിനിസ്ട്രിനോടൊക്കെ അക്കൗണ്ടബിലിറ്റി, അതായത് ഉത്തരവാദിത്വം കൂടുതൽ. പിന്നെ ഒക്കെയാണ്, അതായത് ഈ വകുപ്പുതല സംരംഭങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ പാർലമെന്റിന്റെ കൺട്രോളിലായിരിക്കും. ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നതിനൊക്കെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കിനോട് കൂടുതൽ റെസ്പോൺസിബിൾ ആയി. പിന്നെന്താണ്, ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താവുന്നുണ്ട്, കൂടുതൽ. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഇവിടെ വരുന്നുണ്ട്. അതായത് ഒരു സെക്യൂരിറ്റിയിലാണത്. strategic industries. Secrecy can be maintained especially in case of strategic industries such as defense etc. അതായത് ഒരു നാഷണൽ സെക്യൂരിറ്റി ഇവിടെ ഉറപ്പ്. പിന്നെ അപാകതകൾ, അതായത് ലിമിറ്റേഷൻസ്, ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ്, ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. കാരണം എന്താണ്, ഇത് ഗവൺമെന്റ് ആണ് കൂടുതൽ റെഗുലേഷൻ, മിനിസ്ട്രീന്റെയും ഗവൺമെന്റ് ഒക്കെ റെഗുലേഷൻസും റൂൾസ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ അവിടെ അത് മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ മാറ്റം വരുത്തുക, ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളത് എന്താണ്, അത്ര ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഫ്ലെക്സിബിലിറ്റി കുറവാണ് എന്ന് പറയുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ അത്ര എളുപ്പുമ്പം എന്താണ്, അവിടെ ഒരുപാട് ഡിലേ വരാൻ, കാലതാമസം ഉണ്ടാവും. കാരണം നമുക്ക് ഗവൺമെന്റും മിനിസ്ട്രീന്റെ റെഗുലേഷൻ ഉള്ളത് കാരണം ചില കാര്യങ്ങളൊക്കെ പാസ്സായി വരാനും കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഡിസിഷൻ എടുക്കുക, തീരുമാനങ്ങൾ എടുക്കുന്നതിന് കുറച്ചാകും. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ്, കുറച്ചും കൂടി ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ നമ്മൾ എന്താണ് ചൂഷണം ചെയ്യുക എന്നുള്ളത്, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതും ഇവിടെ വളരെ കുറവായിരിക്കും. കാരണം റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ ചിലപ്പോൾ ഇവര് പിന്നെ റെഡ് ടാപ്പിസം ആൻഡ് ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്താണ്, ചുവപ്പ് നാട എന്നൊക്കെയാണ് ഇതിന് പറയുക. റെഡ് ടാപ്പിസം എന്ന് പറയുന്നത് അതായത് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ലാഗ് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം ഗവൺമെന്റ് കമ്പനീസിലൊക്കെ ഗവൺമെന്റ് ആണ് റെഗുലേഷൻസ് ഒക്കെ കൺട്രോളൊക്കെ വരുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കാനൊക്കെ ആകും. പിന്നെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, അതായത് പിന്നെ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഇടപെടലും, ഇന്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ ഇടപെടലുകൾ, അത് വളരെ കൂടുതലായി. പിന്നെന്താണ്, അത് യൂഷ്വലി കൺസ്യൂമർ നീഡ്സ് ആണ്. അത് യൂഷ്വലി ഡു നോട്ട് ഗിവ് എനി കൺസിഡറേഷൻ ഫോർ കൺസ്യൂമർ നീഡ്സിനൊന്നും അത്ര കൺസിഡറേഷനും കാര്യങ്ങളും അവരങ്ങനെ പരിഗണിക്കുകയൊന്നുമില്ല, കൺസ്യൂമർ നീഡ്സ് ഒന്നും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിന്റെ പോരായ്മകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ഇതിൽ വരുന്നത്, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരുന്ന അടുത്ത കാര്യമാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, അതായത് പബ്ലിക് കോർപ്പറേഷൻ, പൊതുമേഖല കോർപ്പറേഷനുകൾ. അതെങ്ങനെയാണ് വരുന്നത്, സ്പെഷ്യൽ ആക്ട് പ്രകാരം പാർലമെന്റിൽ പാസാക്കിയ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ നിയമസഭയിൽ പാസാക്കിയ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഈ തരത്തിലുള്ള കോർപ്പറേഷനുകൾ ഫോം ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം RBI ആക്ട് 1934 എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്ട് 1934 ആണ്. അത് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്തിട്ട് അത് റൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ പാർലമെന്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ എന്താണ്, സ്പെഷ്യൽ ആക്ട് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഫോം ചെയ്തിട്ടുള്ള കോർപ്പറേഷനുകളെയാണ് നമ്മൾ പൊതുമേഖലാ കോർപ്പറേഷനുകൾ, പബ്ലിക് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഇനി ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, KSRTC, ഇതൊക്കെ എന്താണ്, സ്പെഷ്യൽ ആക്ട് പ്രകാരം നിയമസഭയിൽ പാസാക്കിയ സ്പെഷ്യൽ ആക്ട് പ്രകാരം. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ സ്പെഷ്യൽ ആക്ട്. സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഇത് ഫോം ചെയ്തിട്ടുണ്ടാവുക അല്ലെ. നമ്മൾ പറഞ്ഞ കമ്പനീസ് ആക്ട് 1956 എന്നൊക്കെ പറയുന്നില്ല, കമ്പനീസ് ആക്ട് 2013. അപ്പൊ അത് പ്രകാരം, ആക്ട് പ്രകാരം നിലവിൽ വന്ന് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു കോർപ്പറേഷനുകൾ, അതിനെയാണ് നമ്മൾ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ്, ഇതിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതായത് മാനേജ്മെന്റ് വേറെയാണ്, ആ ബിസിനസ് വേറെയാണ്. ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. നമുക്കൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഇവിടെ, ഇൻഡിവിജ്വൽ വ്യക്തിത്വം അവിടെ ഉണ്ട്. ഫിനാൻഷ്യൽ ഓട്ടോണമി, അതായത് ഫിനാൻസ് ഒക്കെ നമുക്ക് എന്താണ്, പബ്ലിക്കിൽ നിന്നും ഗവൺമെന്റ് കമ്പനീസിൽ നിന്നൊക്കെ ഇവർക്ക് ഫിനാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ഓട്ടോണമി കൂട്ടും. പിന്നെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിലൂടെയാണ് എംപ്ലോയീസിനെ നിയമിക്കുന്നത്. ഫുള്ളി ഇത് ഗവൺമെന്റിന്റെ സെർവൻസ് അല്ല അല്ലെ, ചില ടേംസും കണ്ടീഷൻസും പ്രകാരമാണ്.
പിന്നെ എന്താണ് ഇവിടുത്തെ അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗും ഉണ്ടാവും. ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റും കാര്യങ്ങളും മാത്രമല്ല, ഇവർക്കായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്രമായിട്ടുള്ളൊരു അക്കൗണ്ടിങ് ഇതാണെന്ന് വെച്ചാൽ, അതായത് ഈ പബ്ലിക് കോർപ്പറേഷൻ്റെ ഗുണങ്ങൾ, പൊതുമേഖല കോർപ്പറേഷനുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ, അതായത് മറ്റേ നമ്മൾ പറഞ്ഞു പൊതുമേഖല വകുപ്പ് തല സംരംഭങ്ങളെക്കാളും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട്, അതായത് കുറച്ചും കൂടി ചേഞ്ച് ഇതിൽ വരുത്താൻ പറ്റും. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കുറച്ച് ആ ഒരു ആക്ടിൽ, അതായത് ആ ഒരു ആക്ടിൻ്റെ ലിമിറ്റേഷൻ വിടാതെ, ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണല്ലോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ ലിമിറ്റേഷൻ, അതിൻ്റെ പരിമിതികൾ കടക്കാതെ, അതിൻ്റെ ബോർഡർ ലംഘിക്കാതെ ഉള്ള ചേഞ്ചുകളൊക്കെ ഇവർക്ക്. പിന്നെന്താണ് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്, അതായത് വകുപ്പ് തല സംരംഭങ്ങളെ പോലെയുള്ള ഒരു ഇടപെടലുകൾ, അത്രക്കും കൂടുതലായിട്ടുള്ള ഒരു ഇടപെടലുകൾ എവിടെ വരുന്നില്ല, ഈ പബ്ലിക് കോർപ്പറേഷനുകളിൽ. പിന്നെ ഓട്ടോണമസ് സ്റ്റാറ്റസ് ആണ്, അതായത് അവർക്ക് എന്ത് ചെയ്യാം, ഈ ആക്ടിൻ്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ആക്ടിൻ്റെ ആ ഒരു പരിമിതിയിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പോളിസിയിലൊക്കെ ചേഞ്ചുകൾ. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലൊക്കെ, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ അതിൻ്റെ വികസനത്തിനൊക്കെ ഇവർക്ക് കൂടുതൽ ഹെൽപ്പ്. പിന്നെ സ്റ്റേബിൾ ആണ്, നമ്മൾ പറഞ്ഞ പോലെ വകുപ്പ് തല സംരംഭങ്ങളെക്കാളും കുറച്ചും കൂടി സ്റ്റേബിൾ എന്തിനുണ്ട്, ഈ ഒരു പബ്ലിക് കോർപ്പറേഷനുകൾ, അതായത് കുറച്ചും കൂടി ഒരു സ്ഥിരത എവിടെയുണ്ട് പബ്ലിക് കോർപ്പറേഷൻ. ഇത് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇവിടെ വരും, അതായത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ. പിന്നെ കറപ്ഷൻ, അതായത് അഴിമതികൾ ഉണ്ട്. ഇന്നെഫിഷ്യൻസി, അതായത് എഫിഷ്യൻ്റ് ആവണം എന്നില്ല, മാനേജ്മെൻറ്റൊക്കെ എഫിഷ്യൻ്റ് ആവണം എന്നില്ല, ഇവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്. കാരണം എന്താ, കുറച്ചും കൂടി കോമ്പറ്റീഷനോ പ്രോഫിറ്റ് മോട്ടീവോ ഒന്നല്ല ഇവരുടെ ഒരു ആ ഒരു അത്ര രീതിയിലുള്ള കോമ്പറ്റീഷനും അത്ര രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മോട്ടീവിലൊന്നുമല്ല ഇവർ ലീഡ് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആണ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസമൊക്കെ ഉണ്ടാകും, കാരണം ഗവൺമെൻറ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തീരുമാനങ്ങൾ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി അടുത്ത് പറയുന്നത് നമ്മൾ എന്താണ്, ഗവൺമെൻറ് കമ്പനീസ് ആണ്. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ മൂന്നാമത്തെ കാറ്റഗറിയാണെന്ത്, ഗവൺമെൻറ് കമ്പനികൾ. അതെങ്ങനെയാണ് വരുന്നത്, ഗവൺമെൻറ് കമ്പനി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിയാണ്, അത് കമ്പനി ആക്ട് പ്രകാരം നിലവിൽ വരികയാണ്. അപ്പോൾ ആ കമ്പനി ആക്ട് പ്രകാരം നിലവിൽ വന്ന കമ്പനികളിൽ ഈ ഷെയറുകൾ ഉണ്ടാകും, ഓഹരികൾ ഉണ്ടാകുമല്ലോ, ആ ഓഹരികളിൽ 51% ഓഹരിമാരുടേതായിരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അവർ രണ്ടുപേർക്കും ആയിരിക്കും. അങ്ങനെയുള്ള കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ് കമ്പനി, അതായത് സർക്കാർ കമ്പനികൾ എന്ന് പറയുന്നത്. അതായത് കമ്പനി ആക്ട് പ്രകാരം നിലവിൽ വന്നൊരു കമ്പനി, ആ കമ്പനികളുടെ ഷെയറിൽ 51% ഷെയർമാരുടേതായിരിക്കും, ഗവൺമെൻറ്റിൻ്റെതായിരിക്കും, ബാക്കി വരുന്ന ഷെയർ ആയിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളുടേതായിരിക്കും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറുകൾ വിൽക്കുന്ന കമ്പനികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള 51% ഷെയറും ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ഗവൺമെൻറ് കമ്പനികൾ അല്ലെങ്കിൽ സർക്കാർ കമ്പനികൾ എന്ന്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, കോൾ ഇന്ത്യ ലിമിറ്റഡ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇനി ഇതെന്താ, ഗവൺമെൻറ് കമ്പനിയിലെ ഇൻകോർപ്പറേഷൻ എങ്ങനെയാണ്, കമ്പനി ആക്ട് ഉണ്ടാവുക, സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട് അല്ലേ, ഒരു ഇൻഡിവിജ്വൽ, ഒരു സെപ്പറേറ്റുള്ള ഒരു വ്യക്തിത്വം അതിനുണ്ട് അല്ലേ, അതിനൊരു നിലനിൽപ്പിൻ്റെ വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി അതിനുണ്ട്. കാരണം അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ തന്നെയാണ്, മാനേജ്മെൻറ്റ് വേറെയാണ്, പിന്നെന്താണ് മാനേജ്മെൻറ്റ് വേറെയാണ്, ഓണർ വേറെയാണ്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലായിട്ട്. അതുപോലെ തന്നെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഗവൺമെൻറ് എങ്ങനെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ് പ്രൊസീജിയറൊക്കെ കമ്പനീൻ്റെതായിട്ടുള്ളത് തന്നെ എടുക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും പാർലമെൻറ്റിലോ ലെജിസ്ലേറ്റീവ്, അതായത് നിയമസഭയിലോ ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ് ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ബഡ്ജറ്റ് അലോക്കേഷനിലുള്ള ഫണ്ടും കൂടി ഇവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. കമ്പനി, അതായത് ഗവൺമെൻറ് കമ്പനീസിൽ നിന്നും കിട്ടും, ഷെയർ ഹോൾഡേഴ്സിൽ, പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഇവർക്ക് ഫണ്ട് ധാരാളമായിട്ട് കിട്ടാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, സ്പെഷ്യൽ ആക്ട് പ്രകാരമാണല്ലോ ഇത് വന്നത്. അപ്പം അതിൻ്റെ ഈ ആക്ട് പ്രകാരമുള്ള ഫോർമേഷൻ കുറച്ചും കൂടി എളുപ്പത്, സെപ്പറേറ്റ് ലീഗൽ,
അതുപോലെ തന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ, അതായത് ഓട്ടോണമി പവർ, ഡിസിഷൻ എടുക്കാനൊരു ഓട്ടോണമി പവർ ആർക്കുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ പ്രിവെൻസ് അൺഹെൽത്തി ബിസിനസ്, അതായത് ഒരു ആരോഗ്യകരമല്ലാത്ത ബിസിനസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ തടയാനുള്ള ആ ഒരു കഴിവും കൂടി എവിടെ വരുന്നുണ്ട്, ഈ ഗവൺമെന്റ് കമ്പനികൾക്ക് വരുന്നുണ്ട്. ഇതെന്തൊക്കെയാന്ന് വെച്ചാൽ ഓട്ടോണമി എന്ന് പറയുന്നത് ശരിക്കും ഒരു ജസ്റ്റ് ഫോർ നെയിം, ഒരു പേര് മാത്രമാണ്. പക്ഷെ അധികം ആരെ കൺട്രോളിൽ വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ പാർലമെന്റിൽ അതൊരു ആൻസറബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് അത്ര ഒരു അക്കൗണ്ടബിൾ ആയിരിക്കില്ല എന്നാണ് ഇത്. പിന്നെ എന്താണ് ഇവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് ഇവർക്ക് എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് റെഗുലേഷൻസും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒക്കെ വരുന്നത് കൊണ്ട് എന്താണോ ഇവരുടെ മേജർ പർപ്പസ് അതിലേക്ക് എത്താനുള്ള ഒരു ഇനി എന്താണ്, ഇനി അടുത്തൊരു കാറ്റഗറിയാണ് എന്ത് വരുന്നത്, ബഹുരാഷ്ട്ര കമ്പനികൾ. അതായത് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി എന്നൊക്കെ പറയും. അതായത് ബഹുരാഷ്ട്ര ബഹുരാഷ്ട്ര കമ്പനികൾ. എന്താണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്? കമ്പനി നോക്കാം, മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനിയാണ്. കമ്പനി ക്യാരിയിങ് ഓൺ ബിസിനസ് ഇൻ 2 or more countries, അതായത് 2 അതിലധികമോ രാജ്യങ്ങളിലായിട്ട് ഒരു കമ്പനി അവരുടെ ബിസിനസ് റൺ ചെയ്യാണ് അല്ലേ. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലുള്ള ഒരു കമ്പനി, ആ കമ്പനി നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണ്, നമ്മളെ കമ്പനി കുറച്ചും കൂടി വലുതായി ലാർജ് സ്കെയിലായി, നമ്മൾ ദുബായിലും സൗദിയിലും ജർമ്മനിയിലും ഒക്കെ അതിൻ്റെ എന്താണ് ബ്രാഞ്ചസ് നമ്മൾ അവിടെയൊക്കെ തുടങ്ങുകയാണ്. നമ്മുടെ കമ്പനീൻ്റെ ബ്രാഞ്ചസ് അവിടെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ബിസിനസ് എവിടം വരെ എത്തി, നമ്മൾ ഒരു കൺട്രി വേറൊരു കൺട്രി അല്ലേ, ആദ്യം നമ്മളൊരു UAE തുടങ്ങി, പിന്നെ നമ്മൾ സൗദിയിൽ തുടങ്ങി, പിന്നെ നമ്മളത് ജപ്പാനിൽ തുടങ്ങി, പിന്നെ നമ്മളത് ജർമ്മനിയിൽ, പിന്നെ നമ്മൾ അമേരിക്കയിൽ, അങ്ങനെ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ നമ്മുടെ കമ്പനി എന്താണ് നമ്മുടെ ബിസിനസ് നമ്മൾ ക്യാരി ചെയ്യാണ്, റൺ ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനി, അതായത് ബഹുരാഷ്ട്ര കമ്പനി എന്ന് പറയുന്നത്. ദാറ്റ് കമ്പനി ഓപ്പറേറ്റ് ഇൻ സെവറൽ കൺട്രീസ്, ഒരു കൺട്രിയിൽ ഒരു രാജ്യത്ത് മാത്രമായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ എന്ത് ചെയ്യും, അത് റൺ ചെയ്യും. കമ്പനി ഹാസ് ഫാക്ടറീസ്, ബ്രാഞ്ച് ഓർ ഓഫീസസ് ഇൻ മോർ ദാൻ വൺ കൺട്രി. ഒരു കൺട്രി കൂടുതൽ എന്താ കമ്പനിക്ക് ഫാക്ടറീസും ബ്രാഞ്ചസും ഓഫീസും ഉണ്ടെങ്കിൽ അതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. ഈ ബ്രാഞ്ചസ് ആണ് കോൾഡ് മെജോറിറ്റി ഓൺഡ് ഫോറിൻ അഫിലിയേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ, അതായത് 2ൽ കൂടുതൽ രാജ്യങ്ങളിൽ കമ്പനിക്ക് എന്താണ് അവരുടെ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. ഇപ്പൊ ബഹുരാഷ്ട്ര കമ്പനികളിൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനി എന്നും ട്രാൻസ്നാഷണൽ കമ്പനി എന്നും ഗ്ലോബൽ ജയന്റ് കമ്പനി എന്നും വേൾഡ് എന്റർപ്രൈസ് എന്നും ഇന്റർനാഷണൽ എന്റർപ്രൈസ് എന്നും മൾട്ടിനാഷണൽ കമ്പനീസ് എന്നും ഒക്കെ നമ്മൾ എന്ത് പറയും, ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നമ്മൾ പേരിട്ടു. അടുത്തത് ഏതൊക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനി? എക്സാമ്പിൾ പറയാണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, ITC, സുസുക്കി. ഇതൊക്കെ എന്താണ്, ഇവർക്കൊക്കെ 2ൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇവർക്കൊക്കെ ബിസിനസ് ഉണ്ട് അല്ല, ഇവരുടെ മാർക്കറ്റ് അവിടെയൊക്കെ ഉണ്ടാകും. 2ൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇവരുടെ ബിസിനസ് റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിട്ട് വരും? അവിടെ ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടാകും അല്ലേ, അവർക്ക് എന്താണ്, അവർ ലാർജ് സ്കെയിൽ ബിസിനസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലാർജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, വളരെ കൂടുതലായിട്ടുള്ള ക്യാപിറ്റൽ മൂലധനം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇവർക്ക് ഉണ്ടാകും. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് ഫോറിൻ കൊളാബറേഷൻ ആണ്. അതായത് കൂടുതൽ രാജ്യങ്ങളിലായിട്ട് ഇവരുടെ കമ്പനി ഇങ്ങനെ ഇവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെയുള്ള മാർക്കറ്റും അവിടെയുള്ള ടെക്നോളജിയും അവിടെയുള്ള ആ ഒരു ഫോറിൻ കൊളാബറേഷൻ, അവിടെയുള്ള എല്ലാവരുമായിട്ട് ഇവർക്കൊരു കണക്ഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ ഒരു ഫോറിൻ കൊളാബറേഷൻ ഇവർക്ക് കിട്ടും. ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലേ, അതായത് ആഗോളതലത്തിൽ മൊത്തമായിട്ട് അല്ലെ, വേൾഡിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ആകുമ്പോൾ അവർക്ക് പല കണക്ഷൻസും ഉണ്ടാകും. ഫോറിൻ, അതായത് വിദേശങ്ങളുമായിട്ടും വിദേശ കാര്യങ്ങളുമായിട്ടും കൂടുതൽ അഫെയർസിലൊക്കെ അവർക്ക് കുറച്ചുകൂടെ കൊളാബറേഷൻ ഉണ്ടാകും. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവും. അടുത്തത് അഡ്വാൻസ് ടെക്നോളജി, അതായത് ഇങ്ങനെ 1ൽ കൂടുതൽ രാജ്യങ്ങൾ, 2ൽ കൂടുതൽ, ഒരുപാട് രാജ്യങ്ങൾ ഇവരുടെ ബിസിനസ് ഇങ്ങനെ റൺ ചെയ്തു പോകുമ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അതുപോലെ തന്നെ അവിടെയുള്ള ടെക്നോളജീസും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഡിഫറെൻറ്റ് മെത്തേഡ്സും ടെക്നോളജിയും ഒക്കെ ഇവർക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഒക്കെ എവിടെ വരുന്നുണ്ട്, ഇവർക്ക് ഇവിടെ കിട്ടും.
അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലെ ഒരുപാട് മാർക്കറ്റിൽ ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇവരുടെ കാര്യങ്ങൾ അതായത് ഇവരുടെ ബിസിനസ് എന്താണോ റൺ ചെയ്യുന്നത് ആ ഒരു റൺ ചെയ്യുന്ന ബിസിനസിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് പല രാജ്യങ്ങളിലും കിട്ടുകയാണ്. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ്, കൂടുതലായിട്ട് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാനും വികസിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ടെറിട്ടറി ഇവർക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ബോർഡർ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ഇവർക്ക് ഇവരുടെ പ്രൊഡക്റ്റ് എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാം. പല മാർക്കറ്റിൽ പല രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവർക്ക് പല മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റികളും അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അത് വിൽക്കാനുമുള്ള പല മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റികളും സാധ്യതകളും ഇവർക്ക് മുന്നിൽ ഉണ്ട്. ഇനി പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, പ്രൊഡക്റ്റുകളിലും കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇവരുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റിലുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ നീഡ്സ് ആയിരിക്കില്ല വേറൊരു രാജ്യത്തെ മാർക്കറ്റിൽ. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ ഡിമാൻഡ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇന്ന പ്രൊഡക്റ്റ് വിൽക്കുന്നു, അപ്പൊ അതുപോലെയുള്ള ഡിമാൻഡ് ആയിരിക്കില്ല നമ്മൾ പോയിട്ട് ഇപ്പോൾ ദുബായിലോ സൗദിയിലോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവിടെയുള്ള കസ്റ്റമർ വ്യത്യസ്തമാണ്, ഇന്ത്യയിലുള്ള കസ്റ്റമർ വ്യത്യസ്തമാണ്, കൾച്ചർ വ്യത്യസ്തമാണ് അല്ലേ, സംസ്കാരം വ്യത്യസ്തമാണ്. അപ്പം അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഓരോ കൺട്രിയിലും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അതിനനുസരിച്ച് പ്രൊഡക്റ്റിൽ എന്ത് കൊണ്ടുവരണം, ഇന്നോവേഷൻ കൊണ്ടുവരണം, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. അതെവിടെ സാധ്യമാകുന്നുണ്ട്, ഈ ഒരു ബഹുരാകുന്നുണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് കൺട്രോളാണ്, അതായത് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാകും, ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാകും അല്ലേ ഇവർക്ക്. ഇപ്പോൾ മൾട്ടിനാഷണൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പല രാജ്യത്തുമാണ് അവരുടെ കമ്പനികൾ ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊരു ഹെഡ് ക്വാർട്ടർ ഉണ്ടാകും, അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാകും. ആ ഹെഡ് ഓഫീസിൽ നിന്നാണ് എന്താണ് കൺട്രോളും റെഗുലേഷൻസ് ഒക്കെ പോകുന്നത്. ബാക്കിയുള്ള എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു സെൻട്രലൈസ്ഡ് ഒരു കൺട്രോൾ എവിടെയുണ്ട്, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു കൺട്രോൾ എവിടെയുണ്ട്, ഈ ഒരു ഉണ്ട്. ഇനി എന്താണ് ജോയിന്റ് വെഞ്ചേഴ്സ്? ജോയിന്റ് വെഞ്ചേഴ്സ് അല്ലേ, അതായത് രണ്ടിൽ കൂടുതൽ ഓർഗനൈസേഷൻസോ കമ്പനികൾ തമ്മിൽ എന്ത് ചെയ്യാണ്, അവര് ഒന്നായിട്ട് പ്രവർത്തിക്കുക. അതായത് രണ്ടിൽ കൂടുതൽ, ഇപ്പം എ എന്ന് പറയുന്ന ഒരു കമ്പനി, ബി എന്ന് പറയുന്ന ഒരു കമ്പനി, സി എന്ന് പറയുന്ന ഒരു കമ്പനി, അവരെന്തായി എഗ്രി ചെയ്തു ഒന്നിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവർ ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്ത് അങ്ങനെ അവർ കോമൺ ആയിട്ട് അവരുടെ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു മേജർ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ലക്ഷ്യം ഒന്നാണ്, ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്, മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷൻ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആവാം, ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് കമ്പനികളാകാം, ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ജോയിന്റ് വെഞ്ചേഴ്സിന്റെ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവരുടെ സ്ട്രെങ്ത്, അവരുടെ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത, ജോയിന്റ് വെഞ്ചേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ജോയിന്റ് വെഞ്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് കൂടുതൽ റിസോഴ്സ്, അതായത് വിഭവങ്ങളും കപ്പാസിറ്റി ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് എന്താക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് അവർക്ക് എന്താണ് കൂട്ടാൻ പറ്റും അല്ലേ, റിസോഴ്സും കാര്യങ്ങളും. കാരണം കുറെ കമ്പനികൾ തമ്മിൽ ചേർന്നിട്ട് ഒന്നായിട്ട് പോവാണല്ലോ. അപ്പൊ അവരുടേതൊക്കെ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയും ഒരു റിസോഴ്സും സ്ട്രെങ്ത് ഒക്കെ. അതുപോലെ തന്നെ മാർക്കറ്റിന് കൂടുതലായിട്ട് ആക്സസ് കിട്ടും. കാരണം ഒരു കമ്പനിയുടെ മാർക്കറ്റ് 3 കമ്പനികൾ വരുമ്പം എന്ത് ചെയ്യണം, അവരുടെയൊക്കെ മാർക്കറ്റ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. കൂടുതൽ മാർക്കറ്റ് ഇവർക്ക് കിട്ടാൻ, ഇവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും ഉള്ള മാർക്കറ്റുകൾ ഇവർക്ക് കൂടും. പിന്നെ എന്താ, ടെക്നോളജി കൂടുതലായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജികൾ കൂടുതലായിട്ട് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് ടെക്നോളജി. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇവരുടെ പ്രൊഡക്റ്റിലും മാർക്കറ്റിലും എല്ലാ സ്ട്രാറ്റജിയിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും മെത്തേഡുകളും പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇവർക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യണം, കുറച്ചിട്ട് പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമും കൂടുതലായിട്ട്, ഇപ്പൊ ഇത്രയും കമ്പനികൾ, ഇപ്പൊ ABC എന്ന് പറയുന്ന കമ്പനി കൂടിച്ചേർന്ന് കമ്പനിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബ്രാൻഡ് നെയിം കൂടുതൽ, അതായത് A എന്ന് പറയുന്ന കമ്പനിക്ക് ആദ്യമേ കുറേ ഒരു ബ്രാൻഡ് ലോയാലിറ്റി ഒക്കെ ഉണ്ടാകും. ഇവരുടെ കമ്പനി പേരെടുത്തൊരു കമ്പനിയാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ ഇത് 3 കൂടി ഒന്നിക്കുമ്പോൾ ഇവരുടെ ഈ 3 ആളുടെയും കസ്റ്റമറും കൂടി ഇവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡ് നെയിം ഇവർക്ക് എന്താക്കാൻ പറ്റും, മാർക്കറ്റിൽ കൂടുതലായിട്ട് ഇവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും.